ഓം ശാന്തി. മെൻ്റൽ മെസ്സേജസ് അയക്കുമ്പോൾ പലരും എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്. ഏത് വിധത്തിൽ അയക്കണം, എങ്ങനെ കാണണം, എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, ഏത് രീതിയിലാണ് ഞങ്ങൾ മെസ്സേജ് കാണേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങൾ മെൻ്റൽ മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് മെൻ്റൽ മെസ്സേജ് എങ്ങനെയാണ് ശക്തിശാലിയായിട്ട് അയക്കേണ്ടത് എന്ന മെസ്സേജ് പറഞ്ഞു തരാനാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം പഠിച്ചതായിരിക്കുന്ന സ്റ്റെപ്പൊന്നും മറക്കരുത്. ഒരു മനസ്സിൽ നിന്ന്, ശക്തിശാലിയായിരിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് മാത്രമാണ് ശക്തിശാലിയായിരിക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ആ കാര്യം നിങ്ങൾ എന്തായാലും ഓർമ്മിക്കണം. അപ്പോൾ ശക്തിശാലിയായിരിക്കുന്ന ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കണം. എന്ത് കാരണം കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ള കാര്യം അവിടെ ചോദ്യമല്ല. നിങ്ങൾ വിഷമിക്കുന്നുവെങ്കിൽ നിസ്സംശയം നിങ്ങളുടെ ഊർജം നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോകുന്നുണ്ട്. ഊർജം നഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തിശാലിയായിരിക്കുന്ന ഒരു സന്ദേശത്തിന് നമുക്ക് അയക്കാനായിട്ട് സാധ്യമല്ല. ശക്തിശാലിയായ ഒരു സന്ദേശം ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ അഥവാ ഈശ്വരന് കൊടുക്കുമ്പോഴാണ് അതേ ശക്തിശാലിയായിരിക്കുന്ന റെസ്പോൺസിൽ നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടുക. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സിനെ ശക്തിശാലിയാക്കിയാൽ മാത്രമേ ജീവിതത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കണ്ണീരിനാരും വിലയിടാറില്ല എന്ന്. എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കരഞ്ഞിട്ടൊരാളെ കാണിച്ചിട്ട് നമ്മുടെ സങ്കടത്തിനോട് ഒരാൾ സഹതാപം കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യം കിട്ടുമോ നോക്കിയാൽ ഇല്ല എന്നുള്ളത് സത്യം. തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും, പക്ഷേ അതൊരിക്കലും ഒരു പോസിറ്റീവ് പൾസ് ക്രിയേറ്റ് ചെയ്യാറില്ല, ഒരു നെഗറ്റീവ് പൾസേ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. അതേസമയം ഹാപ്പിനെസ് ആണ് നിങ്ങൾ റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഇന്നലത്തെ അഥവാ മുജ്ജന്മത്തിൻ്റെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുറച്ച് ദുഃഖവും വിഷമവും ഉണ്ടാക്കുന്നതായിട്ടുള്ള സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. യെസ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ആ സാഹചര്യത്തിൽ നിൽക്കാതെ അതിൽ നിന്ന് മറികടക്കുകയാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പം അതുകൊണ്ട് എന്താണോ ആവശ്യം അത് നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പം അതുകൊണ്ട് സങ്കടം എത്ര വിഷമിക്കുന്ന സങ്കടമാണെങ്കിലും ഏതെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യുക. ഈശ്വരന് കത്തെഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു വട്ടം കത്തെഴുതിയിട്ട് നിങ്ങൾക്ക് വിഷമം തീരുന്നില്ലേ, നിരന്തരമായിട്ട് കത്തെഴുതിക്കോളൂ. എഴുതി മനസ്സിനെ കാലിയാക്കണം. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്, മെഡിറ്റേഷനിലൂടെ എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യും മുന്നേ മനസ്സിനെ കാലിയാക്കാൻ പറയുന്നു വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും അതെ മനസ്സിൽ ഭാരം കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാനിരുന്നാൽ ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിൻ്റെ സ്ഥിതി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ സങ്കടങ്ങൾ നമ്മളുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ അറിയാണ്ട് പൊട്ടിപ്പോവും നമുക്ക്. അതേപോലെ തന്നെ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ കാണുന്ന മാത്രയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ വിങ്ങലും കൂടി പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. പിന്നെ സങ്കടങ്ങളും പരാതികളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എനർജി റിസീവ് ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് എത്തി, ഭഗവാനോടെ നമുക്ക് സങ്കടം പറയാനുള്ളൂ, വേറെ ആരോടും സങ്കടം പറയാനില്ല, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എടുക്കേണ്ട സാധനം എടുക്കേണ്ട സമയത്ത് എടുക്കാതെ അവിടെ നമ്മൾ വീണ്ടും നമ്മളെ വീക്കാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഊർജ്ജം റിസീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒന്നുകിൽ ഭഗവാന് കത്തെഴുതിയിട്ട് അത്രയും സങ്കടമാണോ ഒക്കെ ഈശ്വരനോട് പറഞ്ഞാൽ ഒരിക്കൽ കരഞ്ഞു ആരും കാണാതെ, എന്നിട്ട് കരഞ്ഞിട്ട് തീർക്കുക. ഒരിക്കൽ കരഞ്ഞു തീർത്ത് നമ്മുടെ ഈ ഉപ്പ് വെള്ളത്തിനും മനസ്സിനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കുറേ ഉപ്പുവെള്ളം ഒഴുകി പോയി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതവിടെ ശാന്തമാവും, പിന്നെ വരാനുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈശ്വരൻ്റെ അടുത്താണ് എങ്കിൽ ഭഗവാൻ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ നിങ്ങളുടെ മനസ്സിലെ വേദനകൾ ഇല്ലാതാക്കുകയും ചെയ്യും. ആ രീതിയിൽ ആദ്യം മനസ്സിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കുക, ദെൻ മെഡിറ്റേറ്റ് ചെയ്യുക. നന്നായിട്ട് ഡെപ്തിൽ മെഡിറ്റേഷനിൽ ഒരു 15 മിനിറ്റ്സ് വേറൊരു തോട്ട്സും ഇല്ലാത്ത രീതിയിൽ ഈശ്വരൻ്റെ അടുത്തുള്ള സമാഗമത്തിൻ്റെ അനന്ത അനുഭൂതി ചെയ്ത ശേഷം നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുക നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുകയാണ്, മറ്റൊന്നും കാണണ്ട. വിശാലമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ വിചാരിക്കുക, വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ് നമ്മൾ. ആ കുന്നിൻ്റെ മുകളിൽ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നഗരമൊക്കെ മനോഹരമായ ചെറിയ ചെറിയ ഗ്രാമങ്ങളെപ്പോലെ നമുക്ക് കാണുന്നു, എല്ലാം ചെറുതായി കാണുന്നു. ഹൈറ്റിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ആ തോട്ടിനെ പറയും പോലെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുക. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്താണോ കാര്യം വേണ്ടത്, എനിക്ക് അത്യാവശ്യമായിട്ട് കടം കുറേ ഉണ്ട്, എനിക്ക് കുറച്ചധികം പൈസേൻ്റെ അത്യാവശ്യമാണുള്ളതെങ്കിൽ എനിക്ക് ഇത്ര പൈസ കിട്ടിയതിന് താങ്ക്സ് എന്ന് പറയാം.
സങ്കല്പത്തിലാണ് കേട്ടോ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. അപ്പം ആ മെഡിറ്റേഷൻ്റെ ഹൈ സ്റ്റേജിൽ ഇരുന്നിട്ട് അതേപോലെ നമ്മൾ ഉയർന്നു പോയിട്ട് ആ ലെവലിലാണ് പോയി നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് വിചാരിക്കുക, നിങ്ങളിൽ നിന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ ഓളിടുകയാണെന്നുണ്ടെങ്കിൽ അത് 4 ഭാഗത്തേക്കും പരക്കില്ലേ. അവിടെ താഴത്തുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ വേറൊരു മലയാണെങ്കിൽ അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ അങ്ങ് പരന്ന് 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 ആകാശത്തും അതിൻ്റെ മേലെയും എല്ലാ സ്ഥലത്തേക്കും ഈ ശബ്ദം അല്ലെങ്കിൽ ഈ സങ്കല്പം അങ്ങ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഈവൻ ഒരു വെളിച്ചം ഇങ്ങനെ കത്തി വരുമ്പോൾ അതിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും പരക്കം നമുക്ക് കാണാമല്ലോ. ഇൻ ദ സെയിം വേ നമ്മൾ ഫീൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തായാലും കുഴപ്പമില്ല, മനസ്സുകൊണ്ട് ബാക്കി എല്ലാം മറന്ന് നിങ്ങൾ ടോട്ടൽ റിലാക്സ്ഡ് ആയിട്ടുള്ള യാതൊരു ബ്ലോക്കും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് കത്തുമ്പോൾ പ്രകാശകിരണങ്ങൾ പരക്കും പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സങ്കല്പം വരുന്നതായിട്ടും ആ സങ്കല്പം അങ്ങ് സ്പ്രെഡായിട്ട് ഈ ലോകത്തിൽ മുഴുവൻ അത് കേൾക്കുന്നതായിട്ട്, മലകളും കുന്നുകളും മരങ്ങളും മനുഷ്യരും ബിൽഡിങ്ങുകളും അങ്ങ് മേലെ ആകാശത്തിലും എല്ലായിടത്തും ഈ ഒരു സങ്കല്പം അങ്ങ് പ്രതിധ്വനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആ തോട്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തും. അഥവാ അത്രയും പവർഫുള്ളായിട്ട് ആ സങ്കല്പം നമ്മൾ സ്പ്രെഡാവും. പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്ത് നമുക്ക് വേണ്ടതായിരിക്കുന്ന സപ്പോർട്ട് കിട്ടാനുണ്ടോ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരികയും ചെയ്യും. കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നാമത്, എൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ബലഹീനമായിരിക്കുന്ന രീതിയിൽ, അഥവാ ഞാൻ സങ്കടപ്പെട്ട് വിഷമിച്ച് മനസ്സിൽ ഭാരമാണെങ്കിൽ ഈ ഒരു വിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ തരംഗങ്ങൾക്ക് അത്ര ശക്തി ഉണ്ടാവില്ല. തരംഗങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെല്ലായിടത്തും എത്തുന്നു, പക്ഷെ അതൊരിക്കലും എത്തില്ല. ഒരു മലയുടെ മുകളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ താഴത്ത് എത്താറില്ല. വലിയൊരു ശബ്ദമാണെങ്കിലാണ് അത് എല്ലായിടത്തും പ്രതിധ്വനിക്കുന്നത്. ശബ്ദത്തിൻ്റെ തരംഗ ദൈർഘ്യം പോലെ തന്നെ നമ്മുടെ സങ്കല്പത്തിനും അതിൻ്റെതായിട്ടുള്ള തരംഗ ദൈർഘ്യമുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഹൈ ലെവൽ ഫ്രീക്വൻസിയിലുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അതേ ലെവലിൽ പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യും. അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ശുദ്ധി, നമ്മുടെ ക്ലീനിങ്, നമ്മുടെ എനർജി അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം എനർജീനെ പവർഫുൾ ആക്കാൻ ഫസ്റ്റ് സ്റ്റേജ്, മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് മെൻ്റൽ മെസ്സേജിങ്. ഇത് 3 നിങ്ങൾ സ്റ്റെപ്പ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മെസ്സേജ് ആർക്ക് വേണമെങ്കിലും എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലക്ഷ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സത്യമാക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.